എപ്പിസോഡ് ആരംഭിക്കുമ്പോൾ തന്നെ രാഘവേട്ട എന്ന് വിളിക്കണമെന്ന് ശാരദാമ്മയോട് പറയുമ്പോൾ അത് സമ്മതിക്കുകയാണ് ശാരദാമ്മ. അന്നേരം വന്ന കാര്യം ഇതുവരെ പറഞ്ഞില്ല എന്ന് സത്യഭാമ പറയുമ്പോൾ ശാരദാമ്മ പറയുകയാണ്, ചെറുക്കനെയും പെണ്ണിനെയും വീട്ടിലേക്ക് വിരുന്നിന് വിളിക്കുന്ന ഒരു രീതിയുണ്ടല്ലോ, അതിനായിട്ട് വന്നതാണ്. അതിനെന്താ, രണ്ടുപേരെയും ഇന്ന് തന്നെ കൂട്ടിക്കൊണ്ടു പോകാമല്ലോ എന്ന് രാഘവൻ നായർ ചോദിക്കുമ്പോൾ ഭാമ പറയുകയാണ്, അതിന് എന്നോട് എന്തിനാ അഭിപ്രായം ചോദിക്കുന്നത്? പോകേണ്ടവർക്ക് പോകാം, അത്ര തന്നെയെന്ന് ദേഷ്യത്തോടെ സത്യഭാമ പറയുമ്പോൾ ഭാമയെന്ന് വിളിക്കുകയാണ് രാഘവേട്ടൻ. അന്നേരം സത്യഭാമ പറയുകയാണ്, കൊണ്ടുപോകുന്നെങ്കിൽ കൊണ്ടുപോകാം, അത്ര തന്നെ, ഇനി എന്നോട് ദേഷ്യപ്പെടേണ്ട. ഇതൊക്കെ കേട്ട് ദേഷ്യപ്പെട്ട് ചാടി എഴുന്നേൽക്കുകയാണ് സരള. എന്നിട്ട് പറയുകയാണ്, സുസ്മിതേ വാ നമുക്ക് പോകാം, നിന്റെ ബാഗോ വസ്ത്രമോ എന്തെങ്കിലും എടുക്കണമെങ്കിൽ പെട്ടെന്ന് എടുക്ക്. പെട്ടെന്ന് എന്താ സരളെ ഇങ്ങനെയെന്ന് സത്യഭാമ ചോദിക്കുമ്പോൾ സരള പറയുകയാണ്, പെട്ടെന്നൊന്നുമല്ല, എനിക്ക് അറിയാൻ പാടില്ലാത്തോണ്ട് ചോദിക്കുകയാണ്, മനസാക്ഷി എന്നൊന്ന് നിനക്കുണ്ടോ? ചെറുപ്പം മുതലേ ഇവൾ ഇഷ്ടപ്പെട്ടതാണ് വിഷ്ണുവിനെ, അവനോടൊപ്പം ഒരായുസ് മുഴുവൻ കഴിയാമെന്ന് അവൾ മോഹിക്കുകയും ചെയ്തു. പിന്നീടത് അതൊരു കല്യാണാലോചനയായി മുന്നോട്ട് വെച്ചപ്പോൾ നിങ്ങളാരും അതിനെ എതിർത്തതുമില്ല. അമ്മ പറയുന്നതിനപ്പുറം വിഷ്ണുവിന് മറ്റൊരു വാക്കില്ല എന്ന് പറഞ്ഞ് നീ എനിക്ക് വാക്ക് തരികയും ചെയ്തു. അന്നേരം അത് ശരിയല്ലേ എന്ന് സരള ചോദിക്കുമ്പോൾ ശരിയെന്ന് സമ്മതിക്കുകയാണ് സത്യഭാമ. അവളുടെ ഉള്ളിൽ വിഷ്ണുവിനുള്ള സ്നേഹത്തിന് ഒരു വേര് മുളച്ചിട്ടുണ്ടെങ്കിൽ അതിന് വെള്ളവും വളവുമൊക്കെ ഇട്ടുകൊടുത്തത് ഞാനും നീയും എല്ലാവരും കൂടി ചേർന്നാണെന്നും സരള പറയുന്നു. അതൊക്കെയാണ് കതിർ മണ്ഡപം വരെ എത്തിയതും. പിന്നീട് അവൾ കതിർ മണ്ഡപത്തിൽ നിന്നും ഇറങ്ങിയോടി വിഷമൊക്കെ കഴിച്ച് ആ ഒരു സ്റ്റേജിലേക്ക് ഒരു പെൺകുട്ടി എത്തണമെങ്കിൽ അവളുടെ മാനസികാവസ്ഥ നിങ്ങൾക്ക് ഊഹിക്കാമല്ലോ എന്ന് കരഞ്ഞുകൊണ്ട് ചോദിക്കുകയാണ് സരള. ഞങ്ങൾക്ക് മനസ്സിലാകുന്നുണ്ടെന്ന് രാഘവൻ നായർ പറയുമ്പോൾ സരള പറയുകയാണ്, നിങ്ങൾക്കാർക്കും അതൊന്നും മനസ്സിലാകില്ല. കാരണം ഭാമ പ്രസവിച്ച മകൾക്ക് അങ്ങനെ ഒരു അവസ്ഥ വന്നിട്ടില്ല. പിന്നെ കതിർ മണ്ഡപത്തിലുണ്ടായ അപമാനം വേറെയും, അതിനൊക്കെ പറഞ്ഞു ചിരിക്കാനായുണ്ടായ ഒരു ആത്മഹത്യാശ്രമം വേറെയും എന്നൊക്കെ പറഞ്ഞങ്ങ് കരയുകയാണ് സരള. ഇതൊക്കെ കണ്ടു നിൽക്കുന്ന ഒരമ്മയുടെ നെഞ്ച് എത്രയാണ് പിടയുന്നതെന്ന് നിങ്ങൾക്കാർക്കും മനസ്സിലാകില്ല, അതാണ് സത്യമെന്നും സരള പറയുന്നു. അതിനൊക്കെ ഇവിടെ എന്താ സംഭവിച്ചതെന്ന് സത്യഭാമ ചോദിക്കുമ്പോൾ സരള പറയുകയാണ്, ആത്മഹത്യാശ്രമത്തിന് ശേഷം എൻ്റെ ഒപ്പമല്ല നിന്റെ ഒപ്പമാണ് ഞാൻ ഇവളെ പറഞ്ഞു വിട്ടത്. അന്ന് നീ എന്നോട് എന്താണ് പറഞ്ഞത്? നിന്റെ മകളെ പോലെ പ്രധാനമാണ് നിനക്ക് സുസ്മിതയെന്നും നിന്റെ മകനേക്കാൾ കേമനായ ഒരുത്തനെ കൊണ്ട് ഇവളുടെ കല്യാണം നടത്തുമെന്നും നീ അന്നേരം പറഞ്ഞു. അതിനൊന്നും ഒരു വ്യത്യാസവും വന്നിട്ടില്ല എന്ന് പറയുകയാണ് സത്യഭാമ. എൻ്റെ മകൾക്കിവിടെ ഇല്ലാതെ നടക്കുമ്പോൾ അവളെ മോഹിച്ചവർക്ക് വിരുന്നും ആട്ടവും പാട്ടും കൂത്തും ഒക്കെ നടക്കുന്നു. അപ്പോൾ പിന്നെ ഞാൻ എന്താണ് ചെയ്യേണ്ടത്? ഇതൊക്കെ കണ്ടുകൊണ്ട് ഒരു ദുരന്തം പോലെ എൻ്റെ മകളും. ഇതൊന്നും കണ്ടു നിൽക്കാൻ ഇനി എന്നെ കൊണ്ടാവില്ല എന്ന് പറഞ്ഞിട്ട് സുസ്മിതയോട് പറയുകയാണ് വീണ്ടും സരള, നിന്നോട് പറഞ്ഞത് കേട്ടില്ലേ, എന്താന്ന് വെച്ചാൽ എടുത്തോണ്ട് വരാൻ കൊണ്ടുവരൂ. പെട്ടെന്നിറങ്ങാമെന്ന് പറയുമ്പോൾ സുസ്മിത പറയുകയാണ്, എനിക്കൊന്നും എടുക്കാനില്ലമ്മേ, ഞാൻ പറയുന്നതൊന്ന് കേൾക്കൂന്ന് സത്യഭാമ പറയുമ്പോൾ സരള പറയുകയാണ്, ഇനിയൊന്നും പറയാനും കേൾക്കാനും ഇല്ല ഭാമേ, എല്ലാം കഴിഞ്ഞു, എല്ലാം. ഇറങ്ങാൻ തുടങ്ങുന്ന അവരെ തടഞ്ഞുകൊണ്ട് ശാലിനി പറയുകയാണ്, ഒരു മിനിറ്റ്, എൻ്റെയും ഭർത്താവിൻ്റെയും സൽക്കാരമാണ് ഇവിടെ പ്രശ്നമെങ്കിൽ അത് ഇവിടം കൊണ്ട് തീർന്നു. സുസ്മിതയുടെ വിവാഹം കഴിയുന്നതുവരെ ശാലിനിയുടെ ജീവിതത്തിൽ ഇനി ഒരു ചടങ്ങും ഉണ്ടാകില്ല. ഇത് ശാലിനിയുടെ വാക്കാണ്, വിശ്വസിക്കാമെന്ന് ശാലിനി പറയുന്നു. അത് കേട്ട് സന്തോഷിക്കുകയാണ് സുസ്മിത. അന്നേരം ഭാമയും പറയുന്നു, നീ അത് വിശ്വസിക്ക് സരളെ, മകളെ പോലെയല്ല, മകള് തന്നെയാണ് എനിക്ക് സുസ്മിതയും, ഇനിയൊന്നും ഇവിടെ സംഭവിക്കില്ല. സുസ്മിതയും പറയുകയാണ്, അമ്മ വിശ്വസിച്ചോളൂ, ആൻറ്റി ഉണ്ട് എനിക്ക് കൂട്ടിന്, ആൻറ്റി എന്നെ ചതിക്കില്ല എന്ന് എനിക്ക് ഉറപ്പാണ്. സരള വാ, നമുക്കെന്തെങ്കിലും കഴിച്ചോണ്ട് സംസാരിക്കാം എന്നും പറഞ്ഞ് സരളയും സുസ്മിതയും കൂട്ടി അകത്തേക്ക് പോവുകയാണ് സത്യഭാമ. അതിനുശേഷം പ്രീതിയെ നോക്കി പ്രീതി നീയും എന്ന് പറഞ്ഞ് പ്രീതിയെയും വിളിക്കുന്നു സത്യഭാമ. അതിനുശേഷം വിഷമിച്ചു നിൽക്കുന്ന ശാരദാമ്മയോട് ശാലിനി പറയുകയാണ്, അമ്മ പൊയ്ക്കോ, ഞാനും ഭർത്താവും വരുന്നില്ല വിരുന്നുണ്ണാൻ. ആരെയും നിർബന്ധപ്രകാരമല്ല, ഇത് ഞാൻ തന്നെ എടുത്ത തീരുമാനമാണ് എന്ന് പറഞ്ഞ് കരഞ്ഞു തൊഴുകയാണ് ശാരദാമ്മയെ ശാലിനി. കണ്ണു നിറഞ്ഞ് ശരി ശരി മോളെ എന്ന് പറഞ്ഞ് ഇറങ്ങുകയാണ് ശാരദാമ്മ. കരഞ്ഞുകൊണ്ട് ഇറങ്ങിപ്പോകുന്ന അമ്മയും സഹോദരിയും നോക്കി പടിക്കൽ നിന്ന് കരയുകയാണ് ശാലിനി. അന്നേരം പുറകിൽ വന്ന് ഇതെല്ലാം നോക്കി കാണുകയാണ് രാഘവൻ നായർ. പോകുന്ന വഴിയിൽ ശാരദാമ്മ ശാരികയോട് പറയുകയാണ്, അല്ല മോളെ, ഈ സുസ്മിതയുടെ കല്യാണം കഴിയുന്നതുവരെ ശാലിനിയുടെ ജീവിതത്തിൽ ചടങ്ങൊന്നും കാണില്ല എന്നല്ലേ പറഞ്ഞത്? അപ്പോൾ അവർ തമ്മിൽ ദാമ്പത്യ ജീവിതവും ഒന്നും കാണില്ലെന്നാണ് തോന്നുന്നത് അല്ലേ? സത്യഭാമയുടെ തീരുമാനത്തിന് ശാലിനി സപ്പോർട്ട് ചെയ്യുകയും ചെയ്തു. ഇവൾ ഇത്രയ്ക്ക് ഒരു പൊട്ടി പെണ്ണാണോന്നാണ് ഞാൻ ആലോചിക്കുന്നത് എന്നൊക്കെ പറഞ്ഞ് നടക്കുകയാണ് ശാരദാമ്മയും ശാരികയും. അതേസമയം കാറിൻ്റെ ടയർ പഞ്ചറായത് മാറ്റുകയാണ് റോഡരികിൽ നിന്ന് ഗോപാലകൃഷ്ണൻ.
രാജേശ്വരിയെ ഫോൺ ചെയ്തുകൊണ്ടാണ് ഗോപാലകൃഷ്ണൻ ടയർ മാറ്റുന്നത്. രാജേശ്വരിയോട് പറയുകയാണ്, ഞാൻ മനഃപൂർവ്വം താമസിക്കുന്നതല്ല രാജേശ്വരി, കാറിൻ്റെ ടയർ പഞ്ചർ ആയതുകൊണ്ടല്ലേ. പഞ്ചർ മാറ്റാതെ പിന്നെ ഞാനിത് തലയിൽ ചുമന്നുകൊണ്ട് വരാൻ പറ്റുമോ? നിനക്ക് പാർലറിൽ പോകണമെന്ന് പറഞ്ഞാൽ അതിനും കാറ് വേണ്ടേ? ദേ ഒരു 10 മിനിറ്റ്, ഞാൻ ഉടനെ എത്താമെന്ന് പറയുകയാണ് ഗോപാലകൃഷ്ണൻ. അതേസമയം നടന്നു പോകുന്ന ശാരിക പറയുകയാണ്, ഈ ശാലിനിയും സുസ്മിതയും സന്തോഷകരമായ ജീവിതം ജീവിക്കാനായിട്ട് ഈ സുസ്മിതയും സത്യഭാമയും ഒരിക്കലും സമ്മതിക്കില്ല. സുസ്മിതയെ വീട്ടിൽ വിടാതെ അവിടെ തന്നെ നിർത്തിയിരിക്കുന്നതും അതിനു വേണ്ടിയിട്ടാണ്. ശാലിനിയോടും വിഷ്ണുവിനോടും അവൾ പക വീട്ടുമെന്ന് ഉറപ്പാണ്. ഇനി ഇവർക്കൊരു ജീവിതം ഉണ്ടാകാതിരിക്കാൻ വേണ്ടി അവളൊരു വിവാഹം പോലും കഴിക്കാതെ ചിലപ്പോൾ അങ്ങനെ നിന്നുകളയും എന്നൊക്കെ പറയുന്നു ശാരിക. അന്നേരം ശാലിനിയുടെ മാനസികാവസ്ഥ ഓർത്ത് വിഷമിക്കുകയാണ് ശാരദാമ്മ. നടന്നവർ ഗോപാലകൃഷ്ണന്റെ കാറിനടുത്തേക്ക് എത്തുകയാണ്. അതേസമയം പുറകിൽ നിന്ന് വന്ന ഒരു കാറ് ടയർ ഉരുട്ടിക്കൊണ്ടുപോകുന്ന ഗോപാലകൃഷ്ണനെ ഇടിച്ചു തെറിപ്പിക്കുകയാണ്. ഇടികൊണ്ട ആഘാതത്തിൽ മുമ്പിലെ ഒരു മെറ്റൽ കൂമ്പാരത്തിലേക്ക് വീഴുകയാണ് ഗോപാലകൃഷ്ണൻ. അതേസമയം ഗോപാലകൃഷ്ണനെ ഇടിച്ച വണ്ടി കുറച്ച് മുന്നോട്ട് പോയി നിർത്തിയ ശേഷം ഫ്രണ്ട് ഗ്ലാസ് ഒന്ന് താഴ്ത്തി നോക്കിയിട്ട് ആളിനെ കാണാതെ അങ്ങ് മുന്നോട്ട് പോവുകയാണ്. പക്ഷേ ഇടി കൊണ്ടത് ഗോപാലകൃഷ്ണനാണെന്നറിയാതെ ഗോപാലകൃഷ്ണന്റെ അടുത്തേക്ക് ഓടി ചെല്ലുകയാണ് ശാരദാമ്മയും ശാരികയും. പെട്ടെന്ന് അടുത്തെത്തുമ്പോൾ അയ്യോ ഗോപാലേട്ടൻ എന്ന് ഉറക്കെ വിളിക്കുകയാണ് ശാരദാമ്മ. അച്ഛാന്ന് ശാരിക വിളിക്കുമ്പോഴേക്കും ഗോപാലകൃഷ്ണന്റെ ബോധം പോവുകയാണ്. തുടർന്ന് കാണിക്കുന്നത് സത്യഭാമ വീട്ടിൽ അലമാരയിൽ മരുന്നൊക്കെ എടുത്ത് നോക്കുകയാണ്. അതിനുശേഷം പ്രീതിയെ വിളിക്കുന്നു. എന്നാലും അതെവിടെ പോയി എന്നും പറഞ്ഞ് വീണ്ടും അലമാരയൊക്കെ തുറന്നു നോക്കുകയാണ് സത്യഭാമ. അതേസമയം റൂമിന്റെ വാതിൽക്കലേക്ക് സുസ്മിതയും എത്തുന്നു. എന്താ അമ്മയെന്നും പറഞ്ഞ് പ്രീതി വരുമ്പോൾ ഭാമ പറയുകയാണ്, അച്ഛനു വേണ്ടി വിഷ്ണു വൈദ്യശാലയിൽ നിന്നും വാങ്ങിച്ചു കൊണ്ടുവന്ന കുഴമ്പ് ഇവിടെ കാണുന്നില്ല. എവിടെയാ അമ്മ വച്ചിരുന്നതെന്ന് പ്രീതി ചോദിക്കുമ്പോൾ ഇവിടത്തെ കബോർഡിനുള്ളിലാണ്, പക്ഷെ അത് കാണുന്നില്ല എന്ന് ഭാമ പറയുന്നു. അന്നേരം ഇവരുടെ സംസാരം ശ്രദ്ധിച്ചുകൊണ്ട് വിഷ്ണുവും അവിടേക്ക് വരികയാണ്. അമ്മ ചിലപ്പോൾ വെച്ചത് അവിടെ ആയിരിക്കില്ല, ഓർമ്മിച്ച് നോക്കിക്കയെന്ന് പ്രീതി പറയുമ്പോൾ പെട്ടെന്ന് സുസ്മിത പറയുകയാണ്, ഏയ് പ്രീതി, ആൻറ്റിയുടെ വാക്കിനെ ഇങ്ങനെ വില കുറച്ച് നീ കാണരുത്. ആൻറ്റിയുടെ ബുദ്ധി എപ്പോഴും ഷാർപ്പാണ്. ഇത് കേട്ട് പ്രീതി പരിഹസിക്കുകയാണ്, ഹലോ, കൂടുതൽ പറഞ്ഞു കയറല്ലേ. ഞാൻ അമ്മയെ വില കുറച്ച് കണ്ടതൊന്നുമല്ല. മനുഷ്യനായാൽ ഏതൊരാൾക്കും മറവിയൊക്കെ വരും. അതേ ഞാൻ ഉദ്ദേശിച്ചുള്ളൂ എന്ന് പറയുമ്പോൾ സത്യഭാമ പറയുകയാണ്, മതി, രണ്ടാളും ഇനി അതിനായി വഴക്കിടണ്ട. ഞാൻ നോക്കട്ടെ മറ്റെവിടെയെങ്കിലും ആണോ വെച്ചതെന്ന് ഭാമ പറയുന്നു. സുസ്മിതയും കൂട്ടി സത്യഭാമ പോകുമ്പോൾ വാതിൽക്കൽ നിൽക്കുന്ന വിഷ്ണുവിനെ പ്രീതി കാണുകയാണ്. തുടർന്ന് കാണിക്കുന്നത് രാഘവൻ നായരുടെ കാലിൽ കുഴമ്പിട്ട് തിരുമുകയാണ് ശാലിനി. ഇത് താഴേക്ക് വരുന്ന സുസ്മിതയും സത്യഭാമയും കാണുന്നു. മുകളിൽ നിന്ന് പ്രീതിയും വിഷ്ണുവും ഇത് നോക്കി കാണുകയാണ്. അന്നേരം രാഘവൻ നായർ ചോദിക്കുകയാണ്, എന്തിനാ മോളെ നീ ഇത്രയ്ക്ക് ബുദ്ധിമുട്ടുന്നത്? പിള്ള ചെയ്തു തരുമായിരുന്നല്ലോ എന്ന് ചോദിക്കുമ്പോൾ ശാലിനി പറയുകയാണ്, ഇതൊന്നും ജോലിക്കാരല്ല അച്ഛാ ചെയ്യേണ്ടത്, നമ്മളോട് കൂറും അടുപ്പവും ഉള്ളവരാണ്. അസുഖം ഭേദമാകാനുള്ള മരുന്നിന്റെ പ്രധാന ചേരുവ ആത്മബന്ധം മാത്രമാണ്. ശാലിനിയുടെ വാക്കുകൾ കേട്ട് സന്തോഷിക്കുകയാണ് മുകളിൽ നിന്ന് വിഷ്ണു. ജോലിക്കാർ ചെയ്യുമ്പോൾ അത് വെറും ജോലി മാത്രമാകും. ഇതൊക്കെ ഇഷ്ടപ്പെടാതെ പുറകിൽ തന്നെ നിൽക്കുകയാണ് സത്യഭാമയും സുസ്മിതയും. ഇതൊക്കെ കേട്ട് വിഷ്ണുവും പ്രീതിയും താഴേക്കിറങ്ങി വരികയാണ്. അന്നേരം ശാലിനി പറയുകയാണ്, സോറി, ഞാനിതൊക്കെ പറയുന്നത് അധിക പ്രസംഗമായിട്ട് അച്ഛന് തോന്നുന്നില്ലല്ലോ. ഇല്ല, നിന്നിൽ നിന്നും പുതിയത് പലതും പഠിക്കുകയാണ് ഈ അച്ഛനിപ്പോൾ എന്ന് രാഘവൻ നായർ പറയുന്നു. അങ്ങനെയൊന്നും പറയരുത്, അച്ഛനമ്മമാരെ പരിചരിച്ചാൽ പുണ്യം കിട്ടുമെന്നാണ് പറയുന്നത്. അമ്മയുടെ കാര്യം ശരിയാണ്, സമയാസമയങ്ങളിൽ ഞാൻ ഊട്ടിയിട്ടുണ്ട്. പക്ഷേ അച്ഛൻ്റെ കാല് തടവാനുള്ള ഭാഗ്യമൊന്നും എനിക്ക് കിട്ടിയിട്ടില്ല. തടവാൻ ചെന്നപ്പോഴൊക്കെ കാല് നീട്ടി ചവിട്ടിയിട്ടേയുള്ളൂ എന്നൊക്കെ പറഞ്ഞ് സങ്കടപ്പെടുകയാണ് ശാലിനി. നിങ്ങളുടെ സ്നേഹം വേണ്ടാന്ന് വെച്ച് ഗോപാലകൃഷ്ണൻ ഒരു വിഡ്ഢിയാണെന്നേ ഞാൻ പറയൂന്ന് രാഘവൻ നായർ ശാലിനിയോട് പറയുന്നു. പിന്നീട് തൻ്റെ വിഷമങ്ങൾ രാഘവൻ നായരോട് പറയുകയാണ് ശാലിനി. ഗോപാലകൃഷ്ണൻ നിങ്ങളെയെല്ലാം മനസ്സിലാക്കുന്ന ഒരു ദിവസം വരുമെന്നും അന്ന് താൻ നഷ്ടപ്പെടുത്തിയതൊക്കെ ഓർത്ത് കരയുമെന്നും രാഘവൻ നായർ പറയുന്നു. ഈ സംസാരമൊക്കെ കേട്ട് ഇഷ്ടപ്പെടാതെ പോവുകയാണ് സത്യഭാമയും സുസ്മിതയും. അതിനുശേഷം ശാലിനി ചെയ്യുന്നത് തന്നെ നോക്കി നിൽക്കുകയാണ് കുറേ നേരം അങ്ങനെ വിഷ്ണു. തുടർന്ന് കാണിക്കുന്നത് ഗോപാലകൃഷ്ണനെയും കൂട്ടി ഹോസ്പിറ്റലിലെത്തുകയാണ് ശാരദാമ്മയും ശാരികയും. പിന്നീട് ഡോക്ടർ വന്ന് എന്താണ് പറ്റിയതെന്ന് ചോദിക്കുമ്പോൾ കാർ ആക്സിഡന്റ് ആയതാണെന്ന് ശാരദാമ്മ പറയുന്നു. ഞാനൊന്ന് നോക്കട്ടെ എന്ന് അകത്തേക്ക് പോവുകയാണ് ഡോക്ടർ. അതിനുശേഷം ഡോക്ടർ ഗോപാലകൃഷ്ണനെ പരിശോധിക്കുന്നത് നോക്കി നിൽക്കുകയാണ് കരഞ്ഞുകൊണ്ട് ശാരദാമ്മയും ശാരികയും. പിന്നീട് തൻ്റെ താലി പിടിച്ച് പ്രാർത്ഥിക്കുകയാണ് ശാരദാമ്മ. ഇത്രയുമാണ് നാളത്തെ എപ്പിസോഡ് വിശേഷങ്ങൾ. ഓക്കെ, താങ്ക് യു.